ഹലോ എവ്രിവൺ, വെൽക്കം ടു യുവർ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ്. ഡിഗ്രി PG പഠിക്കുന്ന സ്റ്റുഡൻസിന് അവരുടെ ഇംഗ്ലീഷ് സിലബസിലുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്ലാസ്സുകളാണ് ഈ ഒരു ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറി, അനാലിസിസ്, തീംസ്, അതുപോലെ നോട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരുപാട് വലിച്ചു നീട്ടാതെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകൾ മാത്രം ഉൾപ്പെടുത്തി, എന്നാൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുക. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോമാണ് ദ റോഡ് നോട്ട് ടേക്കൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. ആദ്യം തന്നെ നമുക്ക് ഓഥറിനെ കുറിച്ച് നോക്കാം. റോബർട്ട് ഫ്രോസ്റ്റ് ഈസ് എൻ അമേരിക്കൻ പോയറ്റ്. ഹി വാസ് നോൺ ഫോർ ഹിസ് റിയലിസ്റ്റിക് ഡെപ്പിക്ഷൻസ് ഓഫ് റൂറൽ ലൈഫ്. റൂറൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമീണ ജീവിതം. അപ്പം റൂറൽ ലൈഫിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡെപ്പിക്ഷൻസ് ആണ് അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹിസ് ബെസ്റ്റ് നോൺ പോയട്രി കളക്ഷൻസ് ആർ എ ബോയ്സ് വീൽ, ക്രിസ്മസ് ട്രീ, മൗണ്ടെയിൻ ഇൻ്റർവെൽ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പോയട്രി കളക്ഷൻസ്. ദ പോം റോഡ് നോട്ട് ടേക്കൺ വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ മൗണ്ടെയിൻ ഇൻ്റർവെൽ. അദ്ദേഹത്തിൻ്റെ പോയട്രി കളക്ഷനായിട്ടുള്ള മൗണ്ടെയിൻ ഇൻ്റർവെല്ലിലാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്ന ദ റോഡ് നോട്ട് ടേക്കൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റോഡ് നോട്ട് ടേക്കൺ ഈസ് ഡെഡിക്കേറ്റഡ് ടു എഡ്വേർഡ് തോമസ്, ആൻഡ് ഇംഗ്ലീഷ് വെൽഷ് പോയറ്റ്. ഇംഗ്ലീഷ് വെൽഷ് പോയറ്റായിട്ടുള്ള എഡ്വേർഡ് തോമസിന് വേണ്ടിയിട്ടാണ് റോബർട്ട് ഫ്രോസ്റ്റ് ഈ ഒരു പോം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോയത്തിൻ്റെ ഒരു ഓവറോൾ സമ്മറി എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്തൊരു സ്പീക്കറുണ്ട്. ആദ്യം തന്നെ ഇതൊരു നറേറ്റീവ് പോമാണ്. ഒരു ചെറിയ ഇൻസിഡൻറ്റിനെ നറേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പോയത്തിനകത്തൊരു സ്പീക്കറുണ്ട്. അതെന്താണ്? നമ്മുടെ പോയറ്റ് തന്നെ ആവാനാണ് സാധ്യത. അപ്പം ഈ ഒരു സ്പീക്കർ ഒരു ഫോറസ്റ്റിലൂടെ സഞ്ചരിക്കുകയാണ്, ഒരു ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്യുകയാണ്. നടന്ന് കുറച്ച് എത്തിയപ്പോഴത്തേക്കിനും അദ്ദേഹത്തിന് മുമ്പിൽ ഒരു റോഡ് ഇങ്ങനെ ഡൈവേർജ്ഡായി പോകാൻ, സ്പ്ലിറ്റായി പോവുകയാണ്. രണ്ട് റോഡുകൾ ഇങ്ങനെ പോവുകയാണ്. അപ്പം ഏത് റോഡിൽ കൂടെയാണ് ഇദ്ദേഹം സഞ്ചരിക്കേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ്. അപ്പം എന്നിട്ട് കുറച്ച് നേരം അവിടെ കൺഫ്യൂഷൻ അടിച്ച് നിന്നതിന് ശേഷം അദ്ദേഹം ഒരു റോഡ് സെലക്ട് ചെയ്ത് അതിലൂടെ സഞ്ചരിക്കുന്നു. ഇതാണ് മൊത്തത്തിൽ ഈ ഒരു പോയത്തിൻ്റെ മീനിങ്. പക്ഷേ ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു പുറമേയുള്ള അർത്ഥം മാത്രമാണ്. വളരെ ഡെപ്തായിട്ടുള്ള അർത്ഥം ഈ ഒരു പോയത്തിനുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് സ്റ്റാൻസ: ടു റോഡ്സ് ഡൈവേഴ്സ്ഡ് ഇൻ എ യെല്ലോ വുഡ്, ആൻഡ് സോറി ഐ കുഡ് നോട്ട് ട്രാവൽ ബോത്ത്, ആൻഡ് ബി വൺ ട്രാവലർ ലോങ് ഐ സ്റ്റൂഡ് ആൻഡ് ലുക്ക് ഡൗൺ വൺ ആസ് ഫാർ ആസ് ഐ കുഡ് ടു വെയർ ഇറ്റ് ബെൻറ്റ് ഇൻ ദ അണ്ടർഗ്രോത്ത്. ടു റോഡ്സ് ഡൈവേഴ്സ്ഡ് ഇൻ എ യെല്ലോ വുഡ്. ഒരു യെല്ലോ വുഡിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നു. അപ്പോൾ രണ്ട് റോഡുകൾ ഡൈവേഴ്സായി പോകുന്നത് കണ്ടു. ആൻഡ് സോറി ഐ കുഡ് നോട്ട് ട്രാവൽ ബോത്ത്. എനിക്ക് ഈ രണ്ട് വഴികളിലൂടെയും സഞ്ചരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ എന്നോർത്ത് അദ്ദേഹത്തിന് ദുഃഖമുണ്ടായി. ആൻഡ് ബി വൺ ട്രാവലർ ലോങ് ഐ സ്റ്റൂഡ് ആൻഡ് ലുക്ക് ഡൗൺ വൺ ആസ് ഫാർ ആസ് ഐ കുഡ് ടു വെയർ ഇറ്റ് ബെൻറ്റ് ഇൻ ദ അണ്ടർഗ്രോത്ത്. അദ്ദേഹം ആ വഴിയുടെ അങ്ങേ അറ്റത്തേക്ക്, ഇത് എവിടെ ചെന്നാണ് അവസാനിക്കുന്നതെന്ന് അറിയാനായിട്ട് ഏറ്റവും അങ്ങേ അറ്റത്തേക്ക് നോക്കി. പക്ഷേ എന്താണ്, അദ്ദേഹത്തിന് ആ വഴിയുടെ അവസാനം എവിടെയാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇനി അതിൻ്റെ ഒരു സമ്മറിയാണ് കൊടുത്തിരിക്കുന്നത്. ദ സ്പീക്കർ ഇൻ ദ പോം മേ ബി ദ പോയറ്റ് ഹിംസെൽഫ് ഈസ് വാക്കിംഗ് ത്രൂ എ ഫോറസ്റ്റ്. ഈ ഒരു പോയത്തിലുള്ള ആ ഒരു സ്പീക്കർ, അത് പോയിട്ട് തന്നെ ആയിരിക്കാം. അദ്ദേഹം എന്താണ്, ഒരു ഫോറസ്റ്റിലൂടെ നടന്നു പോവുകയാണ്. ഇറ്റ് ഈസ് ആൻ ഓട്ടം സീസൺ, ദ ലീവ്സ് ഹാവ് ടേൺഡ് യെല്ലോ. ഓട്ടം സീസൺ ആയിരുന്നു. ഓട്ടം സീസൺ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ശരത് കാലം എന്ന് പറയും. ഇലകളൊക്കെ പൊഴിയുന്ന ആ ഒരു സീസണാണ്. അപ്പം അവിടെ എന്താണ്, ഇലകളൊക്കെ മഞ്ഞ നിറമായി അതെല്ലാം കൊഴിഞ്ഞു വീഴാറായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഒരു സീസണാണ്. ദ സ്പീക്കർ കംസ് ടു എ ഫോർക്ക് ഇൻ ദ റോഡ്. ഫോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ റോഡുകൾ രണ്ടായിട്ട് ഡൈവേർജ്ഡായി പോകുന്ന ആ ഒരു പോയിന്റ്, അതിനാണ് ഫോർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇദ്ദേഹം വന്ന് പെട്ടിരിക്കുകയാണ്. ദ സ്പീക്കേഴ്സ് ഫസ്റ്റ് ഇമോഷൻ ഈസ് സോറോ. ആദ്യം തന്നെ എന്താണ്, ഈ റോഡുകൾ രണ്ടായിട്ട് പിരിഞ്ഞു പോകുന്നത് കാണുമ്പോൾ ഇദ്ദേഹത്തിനൊരു ദുഃഖം ഉണ്ടാവുകയാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹീ കനോട്ട് ട്രാവൽ ബോത്ത് ദ റോഡ്സ്. അദ്ദേഹം ഒരു ആളാണ്. ആ ആൾക്ക് ഒരേ സമയം ഒരു വഴിയിലൂടെ സഞ്ചരിക്കാനായിട്ട് സാധിക്കത്തുള്ളല്ലോ. അപ്പം ഈ രണ്ട് വഴിയിലൂടെയും അദ്ദേഹത്തിന് ഒരേ സമയം സഞ്ചരിക്കാൻ സാധിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവുകയാണ്. ഹീ സ്റ്റാൻഡ്സ് ദെയർ ഫോർ എ ലോങ് ടൈം ആൻഡ് ട്രൈസ് ടു സീ വെയർ വൺ ഓഫ് ദ പാത്ത്സ് ലീഡ്സ്. അദ്ദേഹം കുറേ നേരം അവിടെ നിന്ന് ആലോചിച്ചു ഇതിലേ പോകണമെന്ന്. അതിനുശേഷം എന്താണ് നോക്കിയത്? ഈ പോകുന്ന വഴികൾ അത് എവിടെ ചെന്നാണ് അവസാനിക്കുന്നത്, അത് കാണാൻ സാധിക്കുമോ എന്ന് അദ്ദേഹം ദൂരേക്ക് നോക്കി. പക്ഷെ എന്താണ്, ഹി കനോട്ട് സീ വെരി ഫാർ.
അതിൻ്റെ അങ്ങേ ദൂരമുള്ള സ്ഥലം എവിടെയാണ് ഇദ്ദേഹത്തിന് കാണാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. ബിക്കോസ് ദ ഫോറസ്റ്റ് ഈസ് ഡെൻസ് ആൻഡ് ദ റോഡ് ഈസ് നോട്ട് സ്ട്രെയിറ്റ്. കാരണം എന്താണ്, വളരെ വളരെ ഫോറസ്റ്റ് ആണല്ലോ, അപ്പോൾ അവിടെ നിറയെ ഈ കാട്ടുചെടികളും മരങ്ങളും എല്ലാം ഇങ്ങനെ വളരെ തിക്കായിട്ട് നിൽക്കുവാണ്. അതുപോലെ തന്നെ ആ വഴികൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു വഴിയല്ലായിരുന്നു, ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന വഴിയായിരുന്നു. So the first stanza describes the dilemma of the speaker standing at a road with diversion. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് എന്താണ്, രണ്ട് റോഡുകൾ അല്ലെ ഡൈവേഴ്സ്ഡായി പോകുന്ന റോഡിൻ്റെ മുമ്പിൽ നിന്ന് ഇതുവഴി പോകണമെന്ന് ആലോചിച്ച് വിഷമിക്കുന്ന സ്പീക്കറിനെ കുറിച്ചാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. Then took the other as just as fair and having perhaps the better claim, because it was grassy and wanted wear, though as for that the passing there had warned them really about the same. അദ്ദേഹം എന്താ ചെയ്തത്, ആദ്യത്തെ വഴിയിലൂടെ നോക്കി അങ്ങേയറ്റമൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. സോ അദ്ദേഹം എന്താണ്, സെക്കൻഡ് റോഡ് സെലക്ട് ചെയ്യുവാണ്. രണ്ട് റോഡുകളും എന്താണ്, കാണാൻ നല്ല ഭംഗിയുള്ള റോഡുകളാണ്. ദെൻ ടുക്ക് ദ അതർ ആസ് ജസ്റ്റ് ആസ് ഫെയർ, രണ്ടും ഫെയർ ആണ്. ആൻഡ് ഹാവിങ് പെർഹാപ്സ് ദ ബെറ്റർ ക്ലെയിം, സെക്കൻഡ് റോഡാണ് ഇദ്ദേഹം സെലക്ട് ചെയ്യുന്നത്. മറ്റേതിനെക്കാട്ടിലും ബെറ്റർ സെക്കൻഡ് റോഡിൽ കൂടെ പോകുന്നതായിരിക്കുമെന്നോർത്ത് സെക്കൻഡ് റോഡ് അദ്ദേഹം സെലക്ട് ചെയ്യാണ്. ബിക്കോസ് ഇറ്റ് വാസ് ഗ്രാസി ആൻഡ് വാണ്ടഡ് വെയർ. സെക്കൻഡ് റോഡിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, ഗ്രാസി ആയിരുന്നു, അവിടെയെല്ലാം ഭയങ്കരമായിട്ട് കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ആൻഡ് വാണ്ടഡ് വെയർ, അദ്ദേഹത്തിന് തോന്നുകയാണ് സെക്കൻഡ് റോഡിന് ഒരാഗ്രഹമുണ്ട്, എന്ത്, ഈ സ്പീക്കർ ആ റോഡിലൂടെ നടക്കണമെന്ന് ആ സെക്കൻഡ് റോഡ് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഈ പോയിറ്റിന് തോന്നുവാണ്. ദോ ആസ് ഫോർ ദാറ്റ് ദ പാസിംഗ് ദെയർ ഹാഡ് വോൺ ദം റിയലി അബൌട്ട് ദ സെയിം. കുറേ നേരം ഈ രണ്ട് റോഡിലേക്ക് നോക്കി നിന്നപ്പോഴത്തേനും എന്താണ്, ഈ ഒരു സ്പീക്കറിന് തോന്നുകയാണ് രണ്ട് റോഡും സെയിം ആണെന്ന്. ഇനി എൻ്റെ സമ്മറി നോക്കാം. ബോത്ത് റോഡ്സ് ആർ അട്രാക്റ്റീവ്, ബട്ട് ഹി സെലക്റ്റഡ് ദ സെക്കൻഡ് റോഡ് വിച്ച് ഈസ് ഗ്രാസി ആൻഡ് ലെസ് ട്രാവൽഡ്. രണ്ട് റോഡുകളും അട്രാക്റ്റീവാണ്, എങ്കിലും അദ്ദേഹം എന്താണ്, സെക്കൻഡ് റോഡാണ് സെലക്ട് ചെയ്തത്. അദ്ദേഹം സെലക്ട് ചെയ്ത ആ സെക്കൻഡ് റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വാസ് ഗ്രാസി ആൻഡ് ലെസ് ട്രാവൽഡ്. വളരെയധികം കാട് പിടിച്ചതും അതുപോലെ ആൾക്കാർ വളരെ കുറവ് സഞ്ചരിച്ചതുമാണ്. അതായത് കൂടുതൽ അതുവഴി വന്നിട്ടുള്ള കൂടുതൽ ആൾക്കാരും ഫസ്റ്റ് റോഡിൽ കൂടെയാണ് പോയിട്ടുള്ളത്. സെക്കൻഡ് റോഡിൽ കൂടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. ഹി തോട്ട് ദാറ്റ് ഇറ്റ് മേ ഈവൻ ബി ദ ബെറ്റർ ഓപ്ഷൻ ഓഫ് ദ ടു. രണ്ടാമത്തെ റോഡ് സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് പോയിറ്റിന് തോന്നുകയാണ്. ദ സ്പീക്കർ ഫെൽ ദാറ്റ് ബോത്ത് റോഡ്സ് വെയർ റിയലി അബൌട്ട് ദ സെയിം. കുറേ നേരം നോക്കി നിന്നപ്പോഴത്തേനും രണ്ട് റോഡുകളും സെയിം ആണെന്ന് ഇദ്ദേഹത്തിന് തോന്നുകയാണ്. ദ സ്റ്റാൻസ സ്പീക്സ് അബൌട്ട് ദ സ്പീക്കേഴ്സ് ഡിസിഷൻ. ഈ ഒരു സ്റ്റാൻസയിൽ, ആദ്യത്തെ സ്റ്റാൻസയിൽ ഇദ്ദേഹം കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നതാണ് കാണുന്നതെങ്കിൽ രണ്ടാമത്തെ സ്റ്റാൻസയിൽ ഇദ്ദേഹം ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് സെലക്ടിങ് ദ ഫസ്റ്റ് റോഡ് ഹി ചോസ് ദ സെക്കൻഡ് വൺ വിച്ച് ഈസ് ഗ്രാസി ആൻഡ് ലെസ് ട്രാവൽഡ്. ഫസ്റ്റ് റോഡ് സെലക്ട് ചെയ്യാതെ ഗ്രാസി ആയിട്ടുള്ള ലെസ് ട്രാവൽഡ് ആയിട്ടുള്ള സെക്കൻഡ് റോഡാണ് അദ്ദേഹം സെലക്ട് ചെയ്യുന്നത്. ഇനി തേർഡ് സ്റ്റാൻസ നോക്കാം. And both that morning equally lay in leaves, no step had trodden black. Oh, I kept the first for another day, yet knowing how way leads on to way, I doubted if I should ever come back. തേർഡ് സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്, നമ്മൾ പറഞ്ഞായിരുന്നു ഇല പൊഴിയുന്ന കാലം ഒരു സീസണാണ്, ഓട്ടം സീസണാണ്. രണ്ട് വഴികളിലും എന്താണ്, ഇലകളെല്ലാം വീണ് കിടപ്പുണ്ട്. പക്ഷെ എന്താണ്, അദ്ദേഹം സെക്കൻഡ് റോഡിൽ കൂടെ തന്നെ പോകാനായിട്ടാണ് തീരുമാനിക്കുന്നത്. കാരണം ഫസ്റ്റ് റോഡിലൂടെ ആൾക്കാർ പോയിട്ടുണ്ട്, അവിടെ എന്താണ്, ഇലകളൊക്കെ ട്രോഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചവിട്ടുക എന്നുള്ള ഒരർത്ഥമാണ് വരുന്നത്. അപ്പം അവിടുത്തെ ഇലകളിലൊക്കെ ആൾക്കാർ ചവിട്ടിപ്പോയതിൻ്റെ ഫുഡ് സ്റ്റെപ്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഫസ്റ്റ് റോഡിൽ. പക്ഷേ സെക്കൻഡ് റോഡ് എന്താണ്, അൺട്രോഡൻ ആണ്. അതായത് ഒരുപാട് ആൾക്കാർ നടന്നതായിട്ട് തോന്നിപ്പിക്കുന്നില്ല, ഇലകളിലൂടെ ഫുഡ് സ്റ്റെപ്സിൻ്റെ പാടുകളൊന്നും കാണുന്നില്ല. ഐ കെപ്റ്റ് ദ ഫസ്റ്റ് ഫോർ അനദർ ഡേ. അതുകൊണ്ട് തന്നെ എന്താണ്, ഫസ്റ്റ് റോഡ് പിന്നെ ഒരു ദിവസം, ഫസ്റ്റ് റോഡിലൂടെ പിന്നീട് ഒരു ദിവസം യാത്ര ചെയ്യാമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. യെറ്റ് നോയിങ് ഹൗ വേ ലീഡ്സ് ഓൺ ടു വേ, ഐ ഡൗട്ടഡ് ഇഫ് ഐ ഷുഡ് എവർ കം ബാക്ക്. പക്ഷെ എന്താണ്, പോയിറ്റിനറിയാം അദ്ദേഹം വീണ്ടും തിരിച്ച് ഈ ഒരു പ്ലേസിലൂടെ വരികയോ ഫസ്റ്റ് റോഡിലൂടെ പിന്നെയും യാത്ര ചെയ്യുകയോ ഒന്നും ചെയ്യില്ല, അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന് പോയിറ്റ് തന്നെ ഓർക്കുകയാണ്. ഇനി എൻ്റെ സമ്മറി കൊടുത്തിട്ടുണ്ട്.
നോ വൺ ഹാഡ് സ്റ്റെപ്പ് ത്രൂ ടു ഡിസ്റ്റർബ് ദ ലീവ്സ് ഓൺ ദ റോഡ്. അന്നേ ദിവസം എന്താണ്, ആരും ആ വഴി യാത്ര ചെയ്തിട്ടില്ല. അന്നത്തെ ദിവസം ആ വഴിയിലൂടെ ഫസ്റ്റായിട്ട് യാത്ര ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു സ്പീക്കറാണ്. ദർ ആർ നോ ഫുഡ് സ്റ്റെപ്സ് ഓൺ ഇറ്റ്. അവിടെ എന്താണ്, ഫുഡ് സ്റ്റെപ്സ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഹി ഡിസൈഡഡ് ദാറ്റ് ഹി വിൽ കം ബാക്ക് അനദർ ഡേ ടു ട്രൈ ദ പാത്ത് ദാറ്റ് ഹി ഡിഡ് നോട്ട് ചോസ്. ആ ഫസ്റ്റ് റോഡുണ്ടല്ലോ, അദ്ദേഹം പോകുന്നില്ല എന്ന് തീരുമാനിച്ച ഫസ്റ്റ് റോഡ്, അതിലൂടെ പിന്നീട് ഒരു ദിവസം യാത്ര ചെയ്യാമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ഹീ നോസ് ദാറ്റ് ഹീ വിൽ നെവർ കം ടു ദിസ് പ്ലേസ് അഗെയിൻ. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഒരിക്കലും തിരിച്ച് അങ്ങോട്ടേക്ക് വരില്ല എന്ന്. കാരണം എന്താണ്? ബിക്കോസ് ദ വേ ഹീ സെലക്റ്റഡ് വിൽ ലീഡ്സ് ടു മെനി വേസ് ആൻഡ് ദർ ഈസ് നോ കമ്മിങ് ബാക്ക്. അദ്ദേഹം സെലക്ട് ചെയ്ത സെക്കൻഡ് റോഡെന്ന് പറയുന്നത് വീണ്ടും പല റോഡുകളായിട്ട് സ്പ്ലിറ്റായിട്ട് പോകുന്നുണ്ടായിരിക്കും. അങ്ങനെ ആ ഒരു വഴിയിലൂടെ പോയാൽ വേറെ പല പല സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടും. പിന്നീട് ഒരു തിരിച്ചു വരവ് ഉണ്ടായിരിക്കില്ല. അദ്ദേഹത്തിന് അതറിയാം. എങ്കിലും എന്താണ്, പിന്നീട് എപ്പോഴെങ്കിലും ഫസ്റ്റ് റോഡിൽ കൂടെ യാത്ര ചെയ്യാമെന്ന് സ്വന്തമായിട്ട് വിചാരിച്ച് സെക്കൻഡ് റോഡിലൂടെ പോകുകയാണ് നമ്മുടെ സ്പീക്കർ. ഇനി ഫോർത്ത് സ്റ്റാൻസ. I shall be telling this with a sigh, somewhere ages and ages hence. Two roads diverged in a wood, and I took the one less travelled by, and that has made all the difference. ഇനി അദ്ദേഹം ഫ്യൂച്ചറിലേക്കാണ് പോകുന്നത്. ഐ ഷാൽ ബി ടെല്ലിങ് ദിസ് വിത്ത് എ സൈ, അല്ലേ, ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം പറയും. എന്ത് കാര്യമാണ് പറയുന്നത്? സംവെയർ ഏജസ് ആൻഡ് ഏജസ് ഹെൻസ്, അല്ലേ, ഒരുപാട് നാൾ കഴിയുമ്പം ഒരു ദിവസം ഒരു ദീർഘശ്വാസം വിട്ടുകൊണ്ട് ഞാൻ ഈ കാര്യം പറയും. എന്ത് കാര്യം? ടു റോഡ്സ് ഡൈവേഴ്സ്ഡ് ഇൻ എ വുഡ് ആൻഡ് ഐ ടുക്ക് ദ വൺ ലെസ് ട്രാവൽഡ് ബൈ ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദി ഡിഫറൻസ്. പണ്ടൊരിക്കൽ എൻ്റെ മുമ്പിൽ 2 വഴികളുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു വഴി സെലക്ട് ചെയ്തു. ആ വഴി സെലക്ട് ചെയ്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ ആയത്. അതാണ് ലാസ്റ്റായിട്ട് അദ്ദേഹം പറയുന്നത്. എൻ്റെ സമ്മറി എന്താണെന്ന് നോക്കാം. ദ സ്പീക്കർ വിൽ ടെൽ അബൌട്ട് ദിസ് എക്സ്പീരിയൻസ് ഓഫ് ഹിസ് വിത്ത് എ സൈ ഏജസ് ആഫ്റ്റർ. അല്ലെ, ഒരുപാട് നാളുകൾ കഴിയുമ്പം അദ്ദേഹം ഈ ഒരു അനുഭവത്തെക്കുറിച്ച് പറയും. ഹി ടുക്ക് ദ റോഡ് ലെസ് ട്രാവൽഡ് ബൈ അവോയ്ഡിങ് ദ അതർ വൺ. അല്ലേ, എൻ്റെ മുമ്പിൽ പണ്ട് 2 റോഡുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു റോഡ് ഞാൻ സെലക്ട് ചെയ്തു. ആ റോഡിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഒരുപാട് ആൾക്കാരൊന്നും ആ റോഡിലൂടെ സഞ്ചരിച്ചിട്ടില്ലായിരുന്നു. ആ റോഡാണ് ഞാൻ സെലക്ട് ചെയ്തത്. ദ സ്പീക്കർ ഡിസൈഡഡ് ടു മൂവ് ഫോർവേഡ് ഓൺ ദ റോഡ് വിച്ച് ഫ്യൂവർ പീപ്പിൾ ടുക്ക്. ആസ് എ റിസൾട്ട് ഇറ്റ് ഹാസ് മെയ്ഡ് ഹിം വാട്ട് ഹി ഈസ് ടുഡേ. ദാറ്റ് വൺ ഡിസിഷൻ ഷേപ്ഡ് ഹെർ ഫ്യൂച്ചർ. അദ്ദേഹം ആ ഒരു തീരുമാനമെടുത്ത് അദ്ദേഹം സെലക്ട് ചെയ്ത ആ റോഡാണ് ഇപ്പോഴത്തെ ആ ഒരവസ്ഥയിൽ അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചത്. ഇനി എന്താണ് ഈ ഒരു പോയറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പോയത്തിൻ്റെ ആ ഒരു ഡീപ്പർ മീനിങ് എന്താണെന്നുള്ളതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ദ റോഡ് ഓഫ് ടേക്കൺ ഈസ് എ നറേറ്റീവ് പോയം. ഒരു നറേറ്റീവ് പോയമാണ്. ഇറ്റ് ഈസ് ഇൻ ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ. ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പീക്കർ തന്നെയാണ് ഈ ഒരു കഥ പറയുന്നത്. ദ സ്പീക്കർ ഇൻ ദ പോം ഈസ് മേ ബി ദ പോയറ്റ് ഹിംസെൽഫ്. ഈ ഒരു പോയത്തിലെ സ്പീക്കർ എന്ന് പറയുന്നത് പോയറ്റ് തന്നെ ആയിരിക്കാം. The poem describes how the speaker struggles to choose between 2 roads diverging in the yellowish wood on an autumn morning. ഒരു ഓട്ടം സീസൺ ആയിരുന്നു. അപ്പം ഒരു യെല്ലോയിഷ് വുഡ്സിലൂടെ നടന്നു പോകുന്ന സ്പീക്കർ 2 റോഡ് സ്പ്ലിറ്റായി പോകുന്നത് കണ്ട് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നതാണ് ഈ ഒരു പോയം പറയുന്നത്. It is apparently a very simple poem, but it carries deeper layers of meaning beneath the surface. അല്ലേ, ഒറ്റ നോട്ടത്തിൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പോയമായിട്ട് തോന്നും. പക്ഷെ എന്താണ്, ഇറ്റ് കണ്ടെയ്ൻസ് ഡീപ്പർ ലെയേഴ്സ് ഓഫ് മീനിങ്. ഹിയർ ദ റോഡ് ഈസ് എ മെറ്റഫർ ഫോർ ലൈഫ്. ഇവിടെ ഈ റോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ലൈഫിനെ തന്നെയാണ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് അവർ ലൈഫ് ഡിസിഷൻസ് ആൻഡ് ഫ്യൂച്ചർ. നമ്മുടെ ലൈഫിനെക്കുറിച്ചും നമ്മുടെ ഫ്യൂച്ചറിനെക്കുറിച്ചും നമ്മുടെ തീരുമാനങ്ങളെയൊക്കെയാണ് ഈ റോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാൻ ഈസ് കൺഫ്രണ്ടഡ് വിത്ത് സെവറൽ സർക്കംസ്റ്റാൻസസ് വെയർ ഹി മസ്റ്റ് മേക്ക് ഡിസിഷൻസ്. അതായത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സാഹചര്യം വരും, അല്ലേ, പല ഓപ്ഷൻസ് നമ്മളുടെ മുന്നിലുണ്ടാവും. അതിലേത് സെലക്ട് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ കൺഫ്യൂഷൻ അടിച്ച് നിന്നിട്ടും ഉണ്ടായിരിക്കും. അതിനെയാണ് ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. മനുഷ്യരുടെ മുമ്പിൽ പലതരത്തിലുള്ള ഓപ്ഷൻസ് വരും, പല ചോയ്സുകൾ വരും. നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തേ മതിയാകും. മസ്റ്റായിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കണം. പക്ഷേ എന്താണ്, ഏതെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ നമ്മുടെ ജീവിതത്തിലുണ്ടാവും, അല്ലേ? അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ഈ പോയത്തിൽ പറഞ്ഞിരിക്കുന്ന 2 റോഡുകൾ എന്ന് പറയുന്നത് നമ്മളുടെ മുമ്പിലുണ്ടാവുന്ന പല ചോയ്സുകളാണ്.
അതിൽ പോയറ്റ് ഒരു റോഡ് സെലക്ട് ചെയ്തു എന്ന് പറയുന്നത് എന്താണ്? പോയറ്റ് ഒരു ഡിസിഷൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എടുത്തു എന്നാണ്. One should be very intelligent and attentive while making decisions because our decisions determine our destiny. എന്നിട്ട് എന്താണ് ഇതിലൂടെ പറയുന്നത്? നമ്മൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ വളരെ ബുദ്ധിപൂർവ്വം, വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമേ ആ ഒരു തീരുമാനം നമ്മളുടെ ജീവിതത്തിൽ എടുക്കാവൂ. കാരണം നമ്മൾ എടുക്കുന്ന ആ ഒരു തീരുമാനമാണ് നമ്മുടെ ഫ്യൂച്ചർ ഡിറ്റർമൈൻ, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ എന്താണ് എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങളെല്ലാം വളരെ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുന്നതായിരിക്കണം. Some may choose the easy path while others the one paved with obstacles. Think that there is no coming back in life to change our decisions. അല്ലേ, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ഓപ്ഷൻസ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോയ്സാണ് നമ്മുടെ മുമ്പിലെങ്കിൽ, ഒരു ഈസി ആയിട്ടുള്ള ഒരു ചോയ്സും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ചോയ്സുമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ആ ഈസി ആയിട്ടുള്ള ചോയ്സ് സെലക്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, ഡിഫിക്കൽട്ടായിട്ടുള്ള ചോയ്സും സെലക്ട് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ എന്ത് സെലക്ട് ചെയ്താലും ഒരു കാര്യം ഓർക്കണം, എന്താണ്? തിങ്ക് ദാറ്റ് ദർ ഇസ് നോ കമ്മിങ് ബാക്ക് ഇൻ ലൈഫ് ടു ചേഞ്ച് അവർ ഡിസിഷൻസ്. നമുക്ക് പിന്നീട് കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വന്ന് നമ്മളെടുത്ത തീരുമാനത്തെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മളെടുക്കുന്ന തീരുമാനമാണ് നമ്മുടെ ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് തിരിച്ചു വന്ന ആ ഒരു തീരുമാനത്തെ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും നല്ല ഉറപ്പുള്ള ഒന്നായിരിക്കണം. Instead of becoming a farmer, the poet selected poetry, which is his passion. He selected the road which fewer people took. അല്ല, നമ്മുടെ പോയിറ്റിൻ്റെ ഒരു ഇതിലെടുക്കുകയാണെങ്കിൽ പോയിറ്റിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന 2 റോഡുകൾ എന്ന് വെച്ചാൽ ഒരു റോഡിലൂടെ പോകുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഫാർമർ ആകാമായിരുന്നു, മറ്റൊരു റോഡിലൂടെ പോയാൽ അദ്ദേഹത്തിൻ്റെ ഒരു പോയിറ്റ് ആകാമായിരുന്നു. അദ്ദേഹം കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പാഷനായിട്ടുള്ള ആ ഒരു പോയട്രിയാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. ആ ഒരു റോഡ് സെലക്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പോയട്രി എന്നുള്ള ഒരു ഓപ്ഷൻ, ഒരു പോയറ്റ് ആവണമെന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ആ ഒരു തീരുമാനം അദ്ദേഹം എടുത്തത് കൊണ്ടാണ് ഇപ്പം അദ്ദേഹം ആയിരിക്കുന്ന ഇപ്പം അദ്ദേഹം വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റായി. അദ്ദേഹം അന്നെടുത്ത ആ ഒരു തീരുമാനം കൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഇത്രയും വലിയൊരു പോയറ്റായി മാറിയത്. അതാണ് ഈ ഒരു പോയത്തിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു മീനിങ് എന്ന് പറയുന്നത്. ഹിസ് ഡിസിഷൻ മെയ്ഡ് ഹിം വാട്ട് ഹി ഈസ് ടുഡേ. ഇന്ന് അദ്ദേഹം എന്താണ് അദ്ദേഹം ഇപ്പോൾ എന്തായി തീർന്നു എന്നുള്ളതിന് കാരണം എന്താണ്? അദ്ദേഹം പണ്ടെടുത്ത ആ ഒരു തീരുമാനമായിരുന്നു. സോ നമ്മളുടെ ജീവിതത്തിലും ഇങ്ങനെ ആയിരിക്കണം എന്നാണ് പോയിട്ട് പറയുന്നത്. ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട തീംസ് നോക്കാം. ഫസ്റ്റ് തീം, ഇൻഡിവിജ്വലിസം ആൻഡ് ചോയ്സ്. ദിസ് പോം ഷോസ് ഹൗ അവർ ഡിസിഷൻസ് അഫക്റ്റ് അവർ ലൈഫ് ആൻഡ് ഫ്യൂച്ചർ. നമ്മുടെ തീരുമാനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ ഫ്യൂച്ചറിനെ അഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പോയത്തിലൂടെ കാണിക്കുന്നത്. The speaker selected the less traveled road by avoiding the first road which is traveled by others. ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്ത ഫസ്റ്റ് റോഡ് അവോയ്ഡ് ചെയ്തിട്ട് അദ്ദേഹം കുറച്ച് ആൾക്കാർ യാത്ര ചെയ്ത സെക്കൻഡ് റോഡാണ് സെലക്ട് ചെയ്തത്. ഇറ്റ് ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി ബൈ ടേക്കിംഗ് ആൻ അൺകൺവെൻഷണൽ അപ്രോച്ച് ടു ലൈഫ്. ഹി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഫോളോ അതേഴ്സ്. മറ്റുള്ളവരെ ഫോളോ ചെയ്യാതെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് പുറകെയാണ് നമ്മുടെ പോയിട്ട് പോയത്. സോ ഇവിടെ ഇൻഡിവിജ്വലിസവും ചോയ്സും ഒരു തീമായിട്ട് വരുന്നുണ്ട്. ദ അൺസർട്ടനിറ്റി ഓഫ് ലൈഫാണ് സെക്കൻഡ് തീമായിട്ട് വരുന്നത്. ദ പോം റിഫ്ലെക്ട്സ് ഓൺ ദ അൺസർട്ടനിറ്റി ഇൻഹെറൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഒരു ഉറപ്പില്ലായ്മ, എന്ത് തീരുമാനമെടുക്കുമ്പോഴും നമ്മളുടെ മുമ്പിൽ ഒരു കൺഫ്യൂഷൻ വരും, എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്ത് സെലക്ട് ചെയ്യണമെന്നുള്ളത്, ഒരു ഉറപ്പില്ലായ്മ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്രെഡിക്റ്റ് വെയർ ഈച്ച് പാത്ത് വിൽ ലീഡ് ബട്ട് സ്റ്റിൽ വി മസ്റ്റ് മേക്ക് എ ചോയ്സ്. എന്തുകൊണ്ടാണ് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്? ഒരു തീരുമാനമെടുക്കുമ്പം അതിൻ്റെ അവസാനം എന്തായിരിക്കുമെന്ന് നമുക്കറിയില്ല. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ തീരുമാനം ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് നമുക്ക് അറ്റ് ദ എൻഡിൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പം തീരുമാനിച്ച് ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം എടുക്കുക. ഇനി തേർഡ് തീമായിട്ട് വരുന്നത് നേച്ചറാണ്. ദി സെറ്റിംഗ് ഓഫ് ദ പോം ഇസ് എ ഫോറസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ഓട്ടം സീസൺ. ഒരു ഫോറസ്റ്റാണ് അദ്ദേഹം സെറ്റിംഗ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ ഓട്ടം സീസൺ ആണെന്ന് പറയുന്നുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന
മെറ്റഫർ എന്താണ്? റോഡാണ്. ഒരു റോഡാണ് അദ്ദേഹം മെറ്റഫറായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട തീംസുകൾ. പിന്നെ ലിറ്റററി ഡിവൈസസ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റഫറും പേഴ്സോണിഫിക്കേഷനുമാണ്. രണ്ടും എന്താണ്? റോഡ് തന്നെയാണ്. മെറ്റഫറായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന റോഡാണ്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നതും റോഡാണ്. കാരണം പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീവനുള്ള ഒരു വസ്തുവിൻ്റെ ഗുണങ്ങൾ ജീവനില്ലാത്ത ഒരു വസ്തുവിൽ നൽകുന്നതാണ്. ഇവിടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതിനെ എന്തുമായിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? റോഡുമായിട്ടാണ് കണക്ട്. ജീവനില്ലാത്തൊരു വസ്തുവാണ് റോഡ്, അല്ലേ? അപ്പോൾ അതുമായിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് ഈ ഒരു പോയത്തിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു കൺസെപ്റ്റ്. സോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.